ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ജംഷാദ്. പലപ്പോഴും പലർക്കുമുള്ള ഒരു സംശയമാണ്, ഓരോ മാർക്കിനും എത്ര വീതം, എത്ര പാരഗ്രാഫ് എഴുതണം, ഇത്ര വേർഡ്സിൽ എഴുതണം എന്നൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അല്ല, ഇനി അതെങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ഓരോ മാർക്കിനും എത്രത്തോളം എഴുതണം എന്നുള്ളത് പലർക്കും കൺഫ്യൂഷൻ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ എസ്സേ എഴുതണമെങ്കിൽ പലപ്പോഴും പല ആൾക്കാർ പറയുന്നത് ഇത്ര വേർഡ്സിൽ എഴുതണം അല്ലെങ്കിൽ ഇത്ര പാരഗ്രാഫ് എഴുതണം എന്നൊക്കെ പറയുന്നത്. കറക്റ്റ് ഒരു അളവ് നമുക്ക് ആക്ച്വലി സ്പെസിഫിക്കലി ആരും പറയുന്നത് കേട്ടിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ആൾക്കാർ കമന്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഇതുപോലത്തെ ധാരാളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും ഇതുപോലെ ധാരാളം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ടും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിടാം. യെസ്, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ഇനി 2 മാർക്കിന് 4 മാർക്കിന് 6 മാർക്കിന് 8 മാർക്കിനും ഒക്കെ എത്ര എഴുതണമെന്നാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ആ വീഡിയോയുടെ അവസാനം വരെ കണ്ടിരിക്കുക, യൂസ്ഫുൾ ആയിരിക്കും. ഫസ്റ്റ് വൺ, 2 മാർക്കിന് എങ്ങനെ എഴുതണം, എത്ര എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഇത്ര എഴുതണം എന്ന് പറയാനില്ല. ആക്ച്വലി 2 പോയിന്റ് അല്ലെങ്കിൽ 2 സെന്റൻസ്, അത് ആക്ച്വലി ചിലപ്പോൾ ഈ ഒരു പറയുന്ന എഡിറ്റിംഗ് ക്വസ്റ്റ്യനോ അതുപോലെ തന്നെ സിമ്പിൾ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടായിരിക്കും. അതിന്റെ ആൻസർ എഴുതുക എന്നുള്ളതാണ്. അതിന് ഇത്ര ലെങ്ത് വേണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 2 മാർക്കിന് 2 സെന്റൻസോ 2 വേർഡ്സോ ചിലപ്പോൾ ഏതെങ്കിലും നമ്മളെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ തരുന്ന സമയത്ത് ചിലപ്പോൾ 1-2 വേർഡുകൾ എഴുതിയാൽ തന്നെ അതിന്റെ ആൻസർ ആയി. അതുകൊണ്ട് ഇത്രത്തോളം എഴുതണം എന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല 2 മാർക്കിന്റെ വിഷയത്തിൽ. അതുപോലെ തന്നെയാണ് 3 പോയിന്റ് ആണ്. 3 മാർക്ക് തരികയാണെങ്കിൽ പൊതുവെ 2 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ 4 മാർക്കാണ് ചോദിക്കാറുള്ളത്. സപ്പോസ് 3 പോയിന്റ് ഒക്കെ 3 മാർക്കിന് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അത് ആക്ച്വലി ഡിബേറ്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ പൊതുവെ 4-6 ക്വസ്റ്റ്യൻ ആണ്, 4-6 മാർക്കിനാണ് ഉണ്ടാവാറുള്ളത്. അങ്ങനെയാണെങ്കിൽ 3 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പോയിന്റോ 3 സെന്റൻസോ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇത്ര സ്പെസിഫിക് ആയിട്ട് ലെങ്ത് നമുക്ക് പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഒക്കെ ആകുന്ന സമയത്ത് അതിന് ഒരു ഇന്റർവ്യൂവിന് ഒരു റിപ്ലൈ കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ അതിന് ക്വസ്റ്റ്യൻ ചോദിക്കുക, റിപ്ലൈ കൊടുക്കുക, ഇങ്ങനെ വരുന്ന സമയത്ത് അതിന് ഇത്ര പോയിന്റ് എന്നായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ഇത് നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്യുക. പ്രത്യേകിച്ച് ഇത്ര ലെങ്ത് എന്ന് പറയാനില്ല. ഇനി 4 മാർക്കിലേക്ക് വരുമ്പോഴായിരിക്കും ഇത് തന്നെ ഇന്റർവ്യൂ തന്നെ 4 മാർക്കിന് ചോദിക്കാം, അതുപോലെ തന്നെ 5 മാർക്കിന് ചോദിക്കാം. അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയാനില്ല, ഇത്ര പോയിന്റ്സ് എന്നാണ് പറയാറുള്ളത്. സോ ഇനിയിപ്പോ പറയാൻ പോകുന്ന ഡിസ്കോഴ്സുകളൊക്കെ തന്നെയാണെങ്കിലും ഇത്ര ആ ഒരു ചോദ്യം ആ ഒരു മാർക്കിന് മാത്രമേ ചോദിക്കൂ. ഇപ്പൊ എസ്സേ ക്വസ്റ്റ്യൻ ഇപ്പൊ 6 മാർക്കിന്, അല്ലെങ്കിൽ പാരഗ്രാഫ് റൈറ്റിംഗ് 4 മാർക്കിന് മാത്രമേ ചോദിക്കൂ എന്നില്ല. അത് 6 മാർക്കിനൊക്കെ ചോദിക്കാം. പക്ഷെ 6 മാർക്കിന് ചോദിച്ചാൽ എത്ര എഴുതുന്നതാണ് പറയാൻ പോകുന്നത്. അടുത്തത് 4 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടത് 1/2 പേജ് ആണ്. 4 മാർക്കിന് 1/2 പേജ് നിങ്ങൾ എഴുതണം. ഇത് ആക്ച്വലി ചില ആൾക്കാരുണ്ടാവും ഇങ്ങനെ വലുതാക്കി എഴുതുന്ന ആൾക്കാർ, അവരെ പറ്റിയല്ല. അതുപോലെ തന്നെ ചില ആൾക്കാരുണ്ടായിരിക്കും വളരെ കുഞ്ഞു ആക്കി എഴുതുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവരെ പറ്റിയല്ല. ഒരു നോർമലാക്കി എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും വേർഡ്സിന്റെ കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പാരഗ്രാഫ് അതുപോലെ തന്നെ റൈറ്റപ്പ് വരെ ചിലപ്പോൾ 4 മാർക്കിന് ചോദിച്ചേക്കാം. റൈറ്റപ്പ് തന്നെ 6 മാർക്കിനും 8 മാർക്കിനും ഒക്കെ ചോദിക്കാം, 7 മാർക്കിനൊക്കെ ചോദിക്കാം. ഷോർട്ട് എസ്സേ ഒക്കെ എന്താക്കാം. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടത് 4 മാർക്കിനാണെങ്കിൽ 1/2 പേജ് മസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കണം. ഇനി 5 മാർക്കിനാണെങ്കിൽ അത് 1/4 പേജ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ പ്രൊഫൈലൊക്കെ നിങ്ങൾക്ക് 4 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ 1/2 പേജ് മതി. അത് തന്നെ പ്രൊഫൈൽ തന്നെ ചിലപ്പോൾ 5 മാർക്കിന് ചോദിച്ചാൽ 1/4 പേജ് എഴുതുക. യെസ്, പാരഗ്രാഫ് റൈറ്റപ്പ് ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നിങ്ങൾക്ക് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഒരു 1/4 പേജ് എഴുതി വെക്കുക. യെസ്, ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ 6 മാർക്കിന് 1 പേജ് മിനിമം, 1 പേജ് നിങ്ങൾ എഴുതിയിരിക്കുക. ഷോർട്ട് എസ്സേയും സ്പീച്ച് ഒക്കെ ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കാനുണ്ട്. ഈ പറഞ്ഞ സ്പീച്ച് തന്നെ 8 മാർക്കിന് ചോദിക്കൂട്ടോ, അല്ലെങ്കിൽ എസ്സേ തന്നെ 8 മാർക്കിന് ചോദിക്കും. അങ്ങനെ ഏതായാലും 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1 പേജ് നിങ്ങൾ എഴുതുക. ഇത് ഞാൻ പറയുന്നത് എക്സ്ട്രാ നിങ്ങളുടേതായിട്ടുള്ള തള്ളുകൾ ഉണ്ടാവുമല്ലോ, അത് കൂട്ടാതെ കോർ പോയിന്റുകൾ മാത്രം എഴുതുകയാണെങ്കിലാണ് ഈ ഒരു 1 പേജ് എന്ന് പറഞ്ഞത്. ഇപ്പൊ 6 മാർക്കിന് നമ്മൾ എക്സ്ട്രാ അങ്ങനെ കുറെ തള്ളി എഴുതുകയാണെങ്കിൽ, നമ്മൾ എക്സ്ട്രാ ഇതില്ലാത്ത ഈ ഒരു ഔട്ട് ഓഫ് ദ എന്താ പറയാ ഈ ഒരു ആൻസറിൽ ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ നമ്മൾ എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി കൂട്ടി എഴുതുക. അപ്പോഴേ നമ്മുടെ വാല്യൂ പോയിന്റ്സ് കറക്റ്റ് ആവുകയുള്ളൂ. സോ കറക്റ്റ് ആൻസേഴ്സ് മാത്രം എഴുതുകയാണെങ്കിൽ നിങ്ങൾ കോൺഫിഡന്റ് ആയിരിക്കണം. എങ്കിൽ നിങ്ങൾ 1 പേജ് എഴുതുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ 7 മാർക്കിനാണെങ്കിലും നിങ്ങൾ എന്താക്കുക, 1.25 പേജ് എഴുതുക. പക്ഷെ 8 മാർക്കിനാണെങ്കിൽ 1.5 പേജ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. 8 മാർക്കിന് എത്ര പേജ്? 1.5 പേജ് എന്ന് പറയുന്നു. അതൊരു എസ്സേ ആയിരിക്കും, അല്ലെങ്കിൽ പോയത്തിന്റെ അപ്രീസിയേഷൻ ഒക്കെ ചിലപ്പോൾ 8 മാർക്കിന് ചോദിക്കും, സ്പീച്ച് ഒക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, 8 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 1.5 പേജ് ആണ് അതിന്റെ കണക്ക്. ബട്ട് യു ഗൈസ് ഹാവ് ടു റൈറ്റ് 2 pages. 2 പേജ് എഴുതുക. നമ്മളൊരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ 2 പേജ് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി വെച്ചേക്കുക. എന്നാൽ മാത്രമേ അത് സെറ്റ് ആവുള്ളൂ. കാരണം സ്വാഭാവികമായിട്ടും മാത്രം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് വാല്യൂ പോയിന്റ്സ് അല്ലാത്ത സാധനങ്ങളും വന്നുകൂടാൻ സാധ്യതയുണ്ട്. സോ 2 പേജ് മിനിമം എഴുതി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കമന്റ് ചെയ്യാൻ മറന്നു വരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും ഇനി വരുന്ന എക്സാമിന് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണെന്ന് കരുതുന്നു. സോ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള
സംശയങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ എടുക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജംഷാദ്. യു കൻ ഓൾവേസ് കോൾ മീ JD. താങ്ക് യു. ബൈ.